എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഊണൊക്കെ കഴിഞ്ഞ ശേഷം കിച്ചണിലേക്ക് വന്നു. ഇപ്പം 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കുകയാണ്. അപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം 2 മണിക്കൂർ മാത്രം അപ്പത്തിനൊക്കെ അരി കുതിർന്ന് കിട്ടിയാൽ മതി കേട്ടോ. ഞാൻ ഇവിടെ ഒരു വലിയ താലം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു അരക്കപ്പോളം തൈര് കേട്ടോ, തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കണേ. മസ്റ്റായിട്ട് നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ഒറിഗാനോ ഉണ്ടല്ലോ, അത് നമുക്ക് 1 ടീസ്പൂൺ വേണം. പിന്നെ നമുക്ക് ബേസിൽ ലീഫിൻ്റെത് 1 ടീസ്പൂണ്, മിൻറ്റ് ലീഫ് 1 ടീസ്പൂണ്, പിന്നെ ഒരു കൈപ്പിടി കസൂരി മെത്തി. ഇതൊക്കെ ഇടുമ്പോഴാണ് ഗ്രില്ല് നല്ല ടേസ്റ്റ് ഉണ്ടാവണേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 കപ്പോളം ഇതവിടെ ഞാൻ തന്തൂരി മസാല പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട ശേഷം ഇനിയിപ്പം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കേട്ടോ, ഒരു 1/4 കപ്പ് മല്ലിയിലയും ഒലിവ് ഓയിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രില്ലുണ്ടാക്കിയപ്പോഴേക്കും കുറേ പേരെൻ്റെ അടുത്ത് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീണ്ടും ഷെയർ ചെയ്യുന്നത്. എന്നിട്ടെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ എത്ര പീസാണോ അതിനനുസരിച്ച് ഇതിലൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ വരുത്തും കേട്ടോ. നല്ലതുപോലെ ഈ മസാലയൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു കളർ കിട്ടത്തില്ലേ നമുക്ക് ഈ തന്തൂരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും. അപ്പം ഞാനിവിടെ റെഡ് കളറ് പെർമിറ്റഡ് ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കളറ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ കഴുകി വരഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മസാല ഉള്ളിലേക്ക് കടത്തി വിടണം. എപ്പോഴും നമ്മൾ ചിക്കൻ ഇതുപോലെ ഈ തന്തൂരി ഗ്രില്ല് ചെയ്യാനൊക്കെ എടുക്കുന്നതിൽ നന്നായിട്ട് വരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല നല്ലതുപോലെ പിടിക്കത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ലാസ്റ്റ് ഇതുപോലെ നാരങ്ങ നീര് നല്ലതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോഴാണ് ശരിക്കും ഗ്രില്ല് ചെയ്ത് വരുമ്പോഴേക്കും നല്ല ചെറിയൊരു പുളിപ്പ്, കുറച്ച് എരിവ്, ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഗ്രില്ലിന്. ഗ്രില്ലൊക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് നമ്മളുടെ ഇടയിൽ. അപ്പോൾ ഞാനിവിടെ നമുക്ക് വേണ്ട ഇത് ഇത്രയ്ക്ക് വേണ്ട നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. വലിയ നാരങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു വലിയ നാരങ്ങ എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇതുപോലെ കണ്ടെയ്നറിൽ മാറ്റിയിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യണത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം മുമ്പ് ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ഇതിപ്പം ഞാൻ പെട്ടെന്ന് എടുത്ത ഒരു പ്ലാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതേ. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇപ്പം നമ്മൾ അരി മാത്രമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഈ ഒരു അപ്പം ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അരി അരച്ചെടുക്കണം. അല്ലാതെ നമ്മൾ തേങ്ങയും ചോറും ഒന്നും ഇപ്പോൾ നമ്മൾ ചേർക്കത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അരി മാത്രം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അത് ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാണ്. അപ്പം അടുത്ത ബാച്ചും നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. അപ്പം ഞാൻ ഇവിടെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം ഈ അരച്ചത് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് മാവ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അത് കണക്കാക്കി വേണം നിങ്ങളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം തന്നെ ഒരുപാട് വിധത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 3 തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിനി ഇത് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്ക് കാച്ചത്തില്ലേ, അതുപോലെ വേണം കാച്ചിയെടുക്കാൻ. അതായത് നമ്മളുടെ ഇവിടെയൊക്കെ പറയും കപ്പി കാച്ചുക എന്ന് പറയും കേട്ടോ. നിങ്ങളൊക്കെ ഇതിനെന്ത് പേരാണ് പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓരോ നാട്ടിൽ ഓരോ പേരല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി വേണം തോന്നിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. അതായത് ഈ മാവൊന്ന് വെന്ത് കിട്ടണം, മനസ്സിലായില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടയില്ലാതെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുപ്പിക്കണം. തണുപ്പിച്ച ശേഷം ഞാൻ ഇതിപ്പോൾ നല്ലതുപോലെ തണുത്ത ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പം തന്നെ ഒരേ ടൈപ്പിലല്ലാതെ ഒരുപാട് വിധത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചിലർക്കാണെങ്കിൽ തേങ്ങ ഇടുന്ന അപ്പം വലിയ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് തേങ്ങ ഇട്ട അപ്പം തന്നെയാണ് നല്ലത്. അപ്പം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിലേ നല്ലൊരു അപ്പത്തിന് രുചി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങയും കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഇവിടെ ഒരു 1/4 കപ്പ് ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഒരു അപ്പമാണ് ഇങ്ങനെ വന്നാൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെയാണ് കേട്ടോ. പക്ഷെ പുറത്ത് പോയി അപ്പം കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അപ്പമാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതിൽ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കത്തില്ല. അപ്പോൾ അരച്ചത് നമുക്ക് ഈ മാവ് അരച്ച് വെച്ചതിലേക്ക് ഒഴിച്ച ശേഷം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ നമ്മളപ്പം ഉണ്ടാക്കുമ്പം ശരിക്കും ഈസ്റ്റിൻ്റെയും സോഡാപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അത്യാവശ്യം നല്ല ചൂടുള്ള കാലാവസ്ഥ ആയിരിക്കണം. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അതല്ല നിങ്ങൾക്ക് ചൂട് കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വൈകുന്നേരമാണ് അരച്ച് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം വരെയും നിങ്ങളിത് വെളിയിൽ തന്നെ വെക്കണം. അപ്പോഴേ ഈ മാവ് ശരിക്ക് പറഞ്ഞാൽ പൊങ്ങി വരത്തുള്ളൂ കേട്ടോ, കറക്റ്റ് പരുവത്തിന് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് അടച്ച് ഒന്ന് മാറ്റി വെക്കണേ. അപ്പം ഇനിയിപ്പം ഇത് അപ്പം ഉണ്ടാക്കാവുന്ന പരുവാകുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് നമ്മൾ സന്ധ്യ ആയി കേട്ടോ. വൈകുന്നേരം അല്ല, സന്ധ്യ കഴിഞ്ഞപ്പോഴേക്ക് സൽമാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് ഇതൊന്ന് ചാർക്കോൾ കത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സൽമാൻ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, ഉമ്മാക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ഇത് കത്തിച്ചെടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി തീരുമാനം എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ടെറസിലേക്കൊന്നും പോയില്ല. ഇൻഡോർ കുക്കിംഗ് തന്നെ ആവാമെന്ന് കരുതിയിട്ട് ഇൻഡോർ ഗ്രില്ലിങ് കേട്ടോ. അപ്പം ഇവിടെ തന്നെ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. ഇത് നല്ല രസമല്ലേ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നൊക്കെ ചെയ്യുമ്പോഴേക്കും. അപ്പം അത് ഒന്ന് കത്തിച്ച് വിടാൻ വേണ്ടിയിട്ട് ഭാബിമോള് ഒന്ന് വീശി കൊടുക്കുകയാണ്. അപ്പം ഈ കനൽ തീ വരാൻ പാടില്ല, ഇത് കനൽ കത്തിയിരിക്കണം, എങ്കിൽ മാത്രമേ ഗ്രില്ല് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, പിള്ളേരാരും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറിയ ഒരു ബാർബിക്യൂ സ്റ്റാൻഡാണ് ഇപ്പോൾ ഇവിടെ എടുത്തത് കേട്ടോ. അപ്പോൾ അത് ആ കനൽ കത്തിക്കഴിഞ്ഞ് അത് നിൽക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നു. ഞാനിവിടെ കുറച്ച് ബ്രൊക്കോളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ആവിയേറ്റാന്ന് കരുതി കേട്ടോ. ഇത് നമ്മളുടെ ഇൻഡസ് വാലിയുടെ സ്റ്റീമർ ആണ് കേട്ടോ. നല്ല സ്റ്റീമറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇത് ആവിയേറ്റാനായിട്ട് അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടേക്ക് വന്നു. അപ്പോൾ ഇത് കനലിവിടെ കത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കറക്റ്റ് രീതിയിൽ കത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിക്ക് നമുക്ക് ഗ്രില്ലൊക്കെ കറക്റ്റിന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് എങ്ങനെ ആയാലും ഒരു 1/4 മണിക്കൂർ എന്തായാലും എടുക്കും ഈ കനൽ കത്തിപ്പിടിക്കാനായിട്ട് കേട്ടോ. അതാണ് ഒരു സംഭവം. പിന്നെ ഇങ്ങനെയൊക്കെ വയ്ക്കാൻ എല്ലാവർക്കും നല്ല ഉഷാറ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ കുക്കിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുപോയിട്ട് എല്ലാം അതാത് സ്ഥലങ്ങളിലൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി വെക്കാനാണ് ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇത് ചൂടായി വന്നിട്ടുണ്ട് കനൽ. അപ്പോഴേക്ക് ആ ഓയിലൊന്ന് ആ ഗ്രില്ലിൻ്റെ മേളിലൊന്ന് സ്പ്രേ ചെയ്ത ശേഷം ഈ ചിക്കൻ പീസസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ എപ്പോഴും ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ പീസസ് ഈ ഒരു രീതിയിലാണ് വാങ്ങുന്നത് കേട്ടോ. അപ്പം ഇതുപോലെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു രീതിക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ സുൽത്താനാണെങ്കിൽ ഇങ്ങനത്തെ പീസ് ഇഷ്ടമല്ല കേട്ടോ, ബ്രസ്റ്റ് പീസാണ് ഇഷ്ടം. അപ്പം ഞാൻ കിച്ചണിലേക്ക് വന്ന് നോക്കി, നമ്മുടെ ബ്രൊക്കോളി നന്നായിട്ട് ആവിയേറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ച് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇവിടെ വന്നിരുന്നു. അപ്പോൾ സനക്കുട്ടി ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണേ. ചിലപ്പോൾ എനിക്ക് തോന്നും ഇലക്ട്രിക് ബാർബിക്യൂ സ്റ്റാൻഡ് ഒന്ന് വാങ്ങിയാലോ എന്ന് അങ്ങനെയും ചിന്തിക്കും കേട്ടോ. കാരണം ഇത് നമുക്ക് എല്ലാം കനൽ നല്ലതുപോലെ കത്തിച്ചെടുക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഇത് ഗ്രില്ല് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടാക്കി കഴിക്കുന്ന ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. നല്ല മണം കേട്ടോ, ഇവിടെ ചുറ്റിനും മണക്കുന്നുണ്ട്. ഈ ഒരു ഗ്രിൽ സ്റ്റാൻഡിൽ വെച്ച് ഇത് അകത്ത് വെച്ചിട്ട് ചെയ്യുന്നതല്ലേ. അപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഫാബിമോൾ എനിക്കിതേ സവോള അരിഞ്ഞെടുത്ത് തന്നു. അപ്പം അതിൻ്റെ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ സവോളയിലേക്ക് കുറച്ച് മല്ലിയില ഇത്ര മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഗ്രില്ലിന് ഒത്ത ഒരു സാലഡിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. വേറെ സാലഡൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇനിയിപ്പം നമുക്ക് നാരങ്ങാ നീര് വേണം. ആ നാരങ്ങാ നീര് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രില്ലിൻ്റെ ഒപ്പം നല്ല നല്ല സാലഡൊക്കെ ഇലവർഗ്ഗങ്ങൾ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ.
ഗ്രില്ലൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ അവർ കണ്ടിട്ടില്ലേ സാലഡ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തോ സംഭവം ഉണ്ട്, അതുകൊണ്ടാണല്ലോ. അപ്പം ഇന്നിപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ സാലഡിനുള്ള വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത് ലൈറ്റായിട്ടുള്ള നമ്മളുടെ രീതിക്കുള്ള സാലഡാണ് റെഡിയാക്കിയത്. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചേ. ഇത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കുണ്ട് ഇതേ ബ്രൊക്കോളി ആ ചൂട് കൊണ്ട് തന്നെ കുറച്ചുകൂടി അതായത് ഓവർ ബോയിലായെന്ന് പറയത്തില്ല, ബോയിലല്ല സ്റ്റീം ആയെന്ന് പറയത്തില്ല, അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, പിന്നെ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട കൂട്ടത്തിൽ കുറച്ചൊന്ന് വിരകിയിട്ടാണ് അതിലേക്ക് ഉപ്പിൽ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത്. അപ്പോൾ ഉപ്പ് കുറവെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇനിയിപ്പം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കും. വേറെ ഞാൻ ഇതിലേക്ക് പൊടികളോ ഒന്നും ചേർക്കുന്നില്ല. ശരിക്കും അതുകൊണ്ടാണ് ആ ബ്രൊക്കോളിയുടെ കളർ തന്നെ ചേഞ്ച് ആയിപ്പോയത് കേട്ടോ. അത് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ പല ജോലിക്ക് നിന്നിട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ടോർട്ടില ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി അല്ലേ ഇത്. അപ്പോൾ ഈ ടോർട്ടില ഒന്ന് ചുട്ടെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ടോർട്ടിലയിൽ ഞാൻ പിസ്സയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് ഈ ടോർട്ടില. ഇപ്പോൾ പിന്നെ ഞാൻ എമർജൻസി ഇതായതുകൊണ്ട് പിന്നെ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. എല്ലാം പെട്ടെന്ന് തീരുമാനിക്കുന്ന തീരുമാനങ്ങളാവുന്നത് കൊണ്ട് വേറെ ഇനി മെനക്കെടാനും ഒന്നും പോകുന്നില്ല. അപ്പോൾ ഈ ടോർട്ടില ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് കരുതി കേട്ടോ. ശരിക്കും വീട്ടിലെ എല്ലാവരും ഉള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം കഴിക്കാനൊക്കെ ഒരു രസം ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചിലപ്പം ചില ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് തോന്നിയാണ് ഇതാണേ ടോർട്ടിലയുടെ ആ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ സനക്കുട്ടി ദേ ഇവിടെ കാവലിരിക്കുവാണ് കേട്ടോ, ഇങ്ങനെ മണപ്പിച്ച് നിൽക്കാണ്. അപ്പോൾ ഒരു സൈഡ് റെഡി ആയപ്പോഴേക്കും പതുക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കും. ശരിക്കും ഇത് കാണുമ്പോൾ നല്ല ഈസി ആണെങ്കിലും ഇതിൻ്റെ അടുത്തിരുന്ന് ഇതുപോലെ വീശിക്കൊടുത്ത് കറക്റ്റ് പരുവത്തിന് എടുക്കണം. അപ്പോൾ ഒരു ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാസറോളിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഗ്രില്ല് ചെയ്യുന്ന സമയങ്ങളിൽ ചൂടോട് കൂടിയിട്ട് നമ്മൾ പ്ലേറ്റും കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ കഴിക്കുമ്പോഴാണ് അതിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നതേ. അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം എടുത്തു വെച്ചു. അപ്പോൾ അടുത്ത ബാച്ചാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ സൽമാൻ സോസേജ് ഉണ്ടല്ലോ, അത് ഈ ചിക്കൻ്റെ ബാക്കി വന്ന മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാമേ. ഇതുപോലെ നമ്മളുടെ ഗ്രിൽ ചെയ്ത ചിക്കനും ബ്രൊക്കോളി സ്റ്റീം ചെയ്തതാണ്. നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ നിങ്ങൾ സ്റ്റീം ചെയ്യുമ്പോൾ ഇത്രത്തോളം അങ്ങ് സ്റ്റീം ചെയ്യേണ്ട കേട്ടോ. കരുമുരാന്ന് കടിക്കുന്ന പരുവം അത്രയും മാത്രം മതി. പിന്നെ നമ്മുടെ ആ ഒരു ഉള്ളി സാലഡും ടോർട്ടിലയും. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ കേട്ടോ. അടിപൊളിയല്ലേ? അപ്പോൾ അതാ അടുത്ത ബാച്ച് വെച്ചിരിക്കുന്നത് നിസാർക്കതാ ഇപ്പോൾ പള്ളി ഇശ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പം അതിനിടയിൽ സൽമാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണ് ഇതൊക്കെ തിരിച്ച് മറിച്ചുമൊക്കെ വെച്ചത്. അവർ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് അത്ര നേരം എടുക്കും കേട്ടോ. ഇത് കാരണം അതായത് നമ്മൾ ഒരുപാട് കനലൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ഉള്ള കനലിലാണ് ഇത് റെഡിയായി വന്നത്. അപ്പോഴേക്ക് ഇതാ നമ്മളുടെ സനക്കുട്ടി കഴിക്കാൻ പാകത്തിന് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സലി ചൂടായതുകൊണ്ട് ഇങ്ങനെ തണുപ്പിച്ച് അവൾക്ക് കൊടുക്കുകയാണ്. ഹലോ സൂപ്പർ സൂപ്പർ പറഞ്ഞത്. ഒരാള് പച്ചക്കറി അലർജിയാണ് ഇപ്പോഴേ 2 വയസ്സായില്ല. അതിനുമ്പേ ചിക്കൻ വെച്ചോ അമ്മി, ചിക്കൻ വെച്ചോ, ചിക്കൻ എടുത്ത് വെച്ചോ. ചൂടാ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് നേരം വെളുക്കുന്നത്. ഇപ്പോൾ കുറച്ച് താമസിച്ചിട്ടാണല്ലോ. നമ്മുടെ സനക്കുട്ടി പതിവില്ലാതെ എഴുന്നേറ്റ് വന്നിട്ടുമുണ്ട്. അപ്പം ഞാൻ അതാ പേപ്പർ ഇടുന്നത് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അത് കാരണം എനിക്ക് പ്രഭാതം അങ്ങനെ എടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. കാരണം ഞാൻ പല പ്രാവശ്യം ടെറസിലേക്ക് ചെല്ലുമ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടാവത്തില്ല. പിന്നെ എനിക്കിവിടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എവിടെ സനക്കുട്ടി? ഇങ്ങ് ചെരുപ്പിടാതെ എവിടെ പോവാ? ഇനി വാവേ ഇങ്ങ് വന്നേ. അങ്ങോട്ട് പോണ്ടോ മോളെ? ആ പൂ ആ സനക്കുട്ടി ഉമ്മായ കണക്കല്ലേ?
രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് പൂ പൂ ദാ പൂ. ഹായ് ഹായ്, നല്ല മണമുള്ള പൂ. ദാ സനക്കുട്ടി, നല്ല മണമുള്ള പൂ. ദേ ദേ ഇത് വയ്ക്കേ മണത്ത് വയ്ക്കേ. ഹായ്, മണമുണ്ടാ? ദേ റോസ കണ്ടാ? ദാ 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 റോസ റോസ. പറിക്കണ്ടേ? അത് പറിക്കണ്ടേ ട്ടാ. ഓ എന്താ അത്? ചക്രവാവേ. ഓ അല്ല, എന്താ മോളെ? ആ പൂ വേണ്ട മോളെ. ബാ ബാ ബാ. ഇതൊരു വെറൈറ്റി ബൊഗൈൻവില്ലയാണ് കേട്ടോ. ഇത് എൻ്റെ അനിയത്തി എനിക്ക് റെഡിയാക്കി തന്നതാണ്. ചില്ലി റെഡ് എന്ന് പറയും. സംഭവം നല്ല രീതിക്കൊക്കെ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇപ്പം നല്ല പൂക്കൾ, അതായത് പൂക്കളൊക്കെ വിരിയുന്ന സമയമാണെന്ന്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല രസമാണ്. ഇങ്ങനെ കണ്ടാലും മതി വരില്ല. കണ്ടോ, എൻ്റെ വീഡിയോ എടുക്കുന്നു. രാവിലെ ഒന്ന് പൂക്കളെയൊക്കെ ഫോട്ടോ എടുക്കണ സനക്കുട്ടി അല്ലേ? കണ്ടോ, ചക്കര വാവേ. ഇതെന്ത് കളറാ മോളെ? മോളെ മോളെ സനക്കുട്ടി. ഓ, എല്ലാം വീഡിയോ എടുക്കുക. ചക്കരവാവേ എന്തുവാ ചെയ്യണത്? സനക്കുട്ടി ഇനിയാണ് കുളിച്ചൊക്കെ വരുന്നത്. സനക്കുട്ടി ഇപ്പൊ കുളിച്ചിട്ട് എത്തേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ സുബൈക്ക് എഴുന്നേറ്റ് ആ സമയത്ത് തന്നെ ആള് ഇച്ചിരി ചിണുങ്ങി കരഞ്ഞിട്ടൊക്കെയാണ് എഴുന്നേറ്റ് വന്നതേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിസ്കരിച്ച് ഓതിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വെളിയിലേക്കൊക്കെ ഇറങ്ങിയപ്പോ എൻ്റെ ഒപ്പം വന്ന്. പിന്നെയാണ് സനക്കുട്ടി പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുന്നത്. അല്ലേ മോളെ? അല്ലേ? ആണോ? നല്ല മോളോ. ചക്കര വാവ എവിടെ? നമ്മുടെ വാവ മോൾ ആരുടെ മോളാ? വർത്തമാനം പറയില്ലേ? ഞാൻ ചോദിച്ച എന്റെ മോള്. വാപ്പ ചോദിച്ച ആരുടെ മോളാ? കണ്ട വാപ്പ. ശരിക്കും അറിഞ്ഞോളൂ വാപ്പ മോളാ. മോള ആരെ മോളാ? ആരുടെ മോളാ? അപ്പൊ എത്ര ഇഷ്ടാ എന്റെ മുത്തുമണിക്ക്. വാപ്പ എവിടെ പോയതാ? പറഞ്ഞു കൊടുക്ക. വാപ്പ എവിടെ പോയെന്ന്? എവിടെ പോയതാ? വാപ്പ എവിടെ പോയതാ? കൈയെടുക്ക. വാപ്പ എവിടെ പോയതാ? എവിടാണ്? നിസ്കരിക്കാൻ. പള്ളിയിൽ പോയിട്ട് വന്നില്ല. ഓക്കെ. അവൾക്ക് ഇങ്ങനെ ഇവിടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കണം അല്ലേ ചക്കരെ? അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള ഒരു കറിയും കൂടിയാണ്. അതിനിയിപ്പോൾ കാണിക്കാനുള്ള സമയമില്ല. അടുത്ത വീഡിയോയിൽ ഇത് രണ്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.